ചില താരങ്ങൾ അഭിമുഖങ്ങളിൽ പ്രതികരിക്കുന്ന രീതിയെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഗൗതമിയുടെ പോസ്റ്റ്. എല്ലാരോടും ഇല്ല സാർ, പോലീസ് ആവാൻ യോഗ്യതയില്ലാത്ത ചില അലവലാദികളോട് മാത്രം. മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും കുറച്ചുകൂടി ദയയും ബഹുമാനം കാണിച്ച് ആളുകളോട് പെരുമാറാൻ ശ്രമിക്കാമെന്നുമാണ് ഗൗതമി ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട കുറിപ്പിൽ പറഞ്ഞത്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതായത് 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തില്ല. അതായത് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ്. 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നപ്പോ നിനക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നില്ലേ? 10 മണിക്കൂർ ഞാൻ 10 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്നാ പോക്കോ. എന്താ നിനക്ക് പെണ്ണ് കിട്ടാത്തെന്ന് അറിയാം. ഇപ്പോഴായാലും ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വരും. ഇതിങ്ങനെയാണെങ്കിൽ വലിയ പാടാ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. പിന്നെ സാർ ഞാനങ്ങട് അയ്യോ നീ പോകരുത്, നീ കാണണം, സായുജ്യം അറിയണം. അത് വേണം. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ആർട്ടിസ്റ്റുകൾ പരിഹാസ രൂപേണ പ്രതികരിക്കുന്ന നിരവധി അഭിമുഖങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പ്രതികരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇത്രയും അഹന്തയോടെ പെരുമാറാൻ ഇവിടെ ആർക്കും ഓസ്കാർ ലഭിച്ചിട്ടൊന്നുമില്ല. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്നോ. അഹന്തയോടെ പെരുമാറാൻ ഇവിടെ ആർക്കും ഓസ്കാർ ലഭിച്ചിട്ടൊന്നുമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ അങ്ങേയറ്റം പ്രകോപനപരമായിരിക്കും. എങ്കിലും ഓരോരുത്തർക്കും അവർ ചോദിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളും അവയോടുള്ള പ്രതികരണവും പരസ്പര ബഹുമാനത്തോടുള്ളതാകാൻ ശ്രമിക്കാം. ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെയൊക്കെ ഒരു ധാരണ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഞാൻ. മറ്റുള്ളവരെ ബഹുമാനിക്കാനും താഴ്മയോടെ പെരുമാറാൻ പഠിക്കൂ എന്നുമായിരുന്നു ഗൗതമിയുടെ പോസ്റ്റ്. താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. ആദ്യത്തെ ഇന്റർവ്യൂവിന് ഇവനെ ഊക്കണം എന്നോട് ഇവന്റെ കൂടെയുള്ള ആൾക്കാരാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ നിർത്തണം.